നമസ്കാരം, ഞാൻ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. പണ്ടൊക്കെ നമ്മൾ മലയാളികൾ പഠനത്തിനായിട്ട് ചേക്കേറിക്കൊണ്ടിരുന്നത് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിരുന്നു. ഇന്ന് ട്രെൻഡ് ആകെ മാറുകയാണ്. ഇന്ന് മലയാളികൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലാണ്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK, ദുബായ്, സിംഗപ്പൂർ, അതല്ലെങ്കിൽ കാനഡ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ വിദേശ പഠനം നടത്തുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഏത് രാജ്യം തിരഞ്ഞെടുക്കണമോ അവിടെ ഫീസ് എത്രമാത്രമാകും? പഠനത്തിന് ശേഷം അവിടെ നിൽക്കുവാനുള്ള സ്റ്റേ ബാക്ക് ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് വിസ കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഉള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് +2 ശേഷം അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം, എവിടെ തിരഞ്ഞെടുക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ല്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എൻ്റെ വാട്സാപ്പ് ജോബ്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പറാകാൻ സാധിക്കും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്ത് പോകുന്നവരാണല്ലോ കൂടുതൽ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കുള്ള ഓപ്ഷൻ ഞാൻ ആദ്യമായിട്ട് പറയാം. നിങ്ങൾ ഒരു ഡിഗ്രി, ഗ്രാജുവേഷൻ ഡിഗ്രി, ഉദാഹരണത്തിന് BSc അല്ലെങ്കിൽ BCom അല്ലെ BA, അതല്ലെങ്കിൽ BTech, ഇങ്ങനെയുള്ള ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ ഗ്രാജുവേഷൻ ഡിപ്ലോമ എന്ന കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു 1 ഇയർ കോഴ്സാണ്. അത് കഴിഞ്ഞാൽ 2 ഇയർ സ്റ്റേ ബാക്ക് അവിടെ ലഭ്യമാണ്. ഇത് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എന്ന കോഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയേഴ്സ്, 1 ഇയർ കോഴ്സ് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുക, നമ്മുടെ ഗ്രാജുവേഷനെ, നമ്മുടെ ഡിഗ്രിയെ അവർ 6th ലെവലിലാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 7th ലെവലിലേക്ക് എത്തും. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ 8th ലെവലിലേക്ക് എത്തും. നിങ്ങൾ പോയിട്ട് അവിടെ ഒരു മാസ്റ്റേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ 9th ലെവലിലേക്ക് എത്തും. ഇതാണ് അവരുടെ ഒരു കണക്ക്. ഇതാണ് ന്യൂസിലാൻഡിലുള്ള സാധ്യതകൾ. ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്യുവാൻ ഏകദേശം ഒരു 9-10 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയ്ക്ക് 11 മുതൽ 13 ലക്ഷം രൂപ വരെ ന്യൂസിലാൻഡിൽ ചിലവ് വരും. ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് എൻജിനീയറിംഗ് വേണമെങ്കിൽ ചെയ്യാം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻസ്, അക്കൗണ്ട്സ്, IT, നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയ, അല്ലെ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്ത ഏരിയയിൽ തന്നെ നമുക്ക് ഈ ഡിപ്ലോമകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കാനഡയിലാണെങ്കിൽ അവിടെ ഉള്ളത് പോസ്റ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ്. കാനഡയിൽ ഇതിന് ഏകദേശം 8 മുതൽ 9 ലക്ഷം വരെയാണ് ചിലവ് വരിക. ഇനി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥലമാണ് UK. യിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എല്ലാം 1 ഇയർ ആണ്, എക്സെപ്റ്റ് MSW. നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ മാസ്റ്റേഴ്സ് 2 ഇയർ ആണ്. UK MSW മാത്രം 2 ഇയർ ആണ്, ബാക്കിയെല്ലാം 1 ഇയർ ആണ്. ഇനി UK നിങ്ങൾക്ക് MBA ചെയ്യാം. ഒരു 10-12 ലക്ഷം രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. UK MBA 1 ഇയർ ആണ്, പ്ലസ് ഒരു 1 ഇയർ പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 4 മുതൽ 6 മാസം വരെ സ്റ്റേ ബാക്കും ലഭ്യമാണ്. അപ്പോൾ ഒരു 2-2.5 വർഷം അതിൻ്റെ പേരിൽ നമുക്ക് UK നിൽക്കാനായിട്ട് സാധിക്കും. ജർമ്മനിയിലോട്ട് പോയാൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഓർക്കുക, ഒരു 75% ഒക്കെ ഡിഗ്രിക്ക് മാർക്ക് വേണം, അതിലല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ള മാർക്ക് വേണം, GRE നല്ല സ്കോർ വേണം, IELTS ഒക്കെ ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ സൗജന്യമായിട്ട് PG ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി +2 ശേഷം ഉള്ള വിദേശ പഠന അവസരങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾക്ക് UK ബാച്ചിലേഴ്സ് പഠിക്കാം. നമ്മുടെ നാട്ടിലെ പോലെ 3 ഇയർ ആണ് അവിടുത്തെ ബാച്ചിലേഴ്സ്.
നിങ്ങൾക്ക് ഒരു +2 ഒരു 85% മേളിലൊക്കെ മാർക്കുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് പോലെയുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. ഫീസ് അല്പം കൂടും എന്ന് മാത്രം. കാനഡയിലേക്ക് വന്നാൽ അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടണമെങ്കിൽ 4 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. 2 ഇയർ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിപ്ലോമ ലഭിക്കും. 3 ഇയർ സ്പെൻഡ് ചെയ്താൽ 3 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ഡിപ്ലോമ കിട്ടും. 4 ഇയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. പേഴ്സണലായിട്ട് ഞാൻ +2 ശേഷമുള്ള വിദേശ പഠനത്തോട് യോജിക്കുന്നില്ല, അല്ലെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഒരു മെച്യൂരിറ്റിയൊക്കെ ആയിട്ട് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി പഠിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി PG കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? PG കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ തന്നെ 1 ഇയർ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ വിദേശത്ത് പലയിടത്തും പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മേൽപ്പറഞ്ഞ കോഴ്സുകൾ കൂടാതെ മറ്റൊത്തിരി കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളൊരു BTechകാരനാണ്, ചില അരിയേഴ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് പ്രോഗ്രാം എന്ന നിലയിൽ UK പോയിട്ട് ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ട് ടോപ്പ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ വിദേശത്ത് പോകാതെ തന്നെ വിദേശത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഇതിനെ വിളിക്കുന്നതാണ് MOOC എന്ന്. സ്റ്റാൻഫോർഡും ഹാർവേർഡും പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ MOOC പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ സൗജന്യമായി പഠിക്കുന്നതിനുള്ള അവസരങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ വിദേശത്ത് പഠിക്കുന്നതിന് നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ കോഴ്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം, ആ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഒരു കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നതാണ് നല്ലത്. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള കൺസൾട്ടൻസിനെ സമീപിക്കണം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്, മിസ്റ്റർ അജിത്ത്. അദ്ദേഹം ഒരു 10-20 കൊല്ലം ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റാണ്. IIM പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇങ്ങനെയുള്ള സർവീസസ്, സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിങ്, അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷൻ വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകാറുണ്ട്. സ്റ്റുഡൻസിൽ നിന്ന് യാതൊരു ഫീയും ഈടാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സർവീസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.